ഹേയ് ഡാർലിങ്സ്, എൻ്റെ ഈ കണ്ണാടി ഇപ്പോൾ ഇത്തിരി സുപരിചിതമായിരിക്കും അല്ലേ? എൻ്റെ ബാംഗ്ലൂർ വീഡിയോസൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത് അതിന് മുമ്പ് നടന്ന ഒരു വിശേഷം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോർമലി നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസിനാണ് ഇൻറ്റേൺഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് നമ്മളുടെ 3 സോഷ്യൽ വർക്ക് സ്റ്റുഡൻസാണ്. മൂന്നാമത്തെ ആൾ ഈ വീഡിയോയിൽ കയറിയില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ തമ്മനയിലെ ഫോട്ടോയിലുണ്ട്. അപ്പോൾ ഇവർ 3 പേരും വീട്ടമ്മമാരാണ് എന്നതായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ചാലഞ്ച്. ബിക്കോസ് നമ്മളെല്ലാവർക്കും വെക്കുന്നൊരു ടൈമിൽ ഇവർക്ക് പറ്റില്ല. നമ്മൾ പറയുന്ന ഒരു സമയം വരുമ്പോഴത്തേക്ക് ഇവർക്ക് ചിലപ്പോൾ കുട്ടീനെ വിളിക്കാൻ പോകേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ അവരുടെ ആ ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ, ഏത് പ്രായത്തിലാണെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു എന്തൂസിയാസം, അതിൻ്റെ മുമ്പിൽ നമ്മളങ്ങോട്ട് സാഷ്ടാംഗം പ്രണമിച്ചു. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ നമ്മളും ഓക്കെ ആകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു എൻഡ് റിസൾട്ട് കൊണ്ടുവന്ന ഒരു ദിവസമാണിത്. ഇത് നമ്മൾ അവർക്ക് ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസമായിരുന്നു. സോ സർട്ടിഫിക്കറ്റൊക്കെ കൈമാറി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. ശേഷം ഞങ്ങളുടെ വർക്ക് സ്പേസ് ഇത് തന്നെയാണല്ലോ ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് ചില്ലറ പണികളൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു ദിവസം പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. എന്തോ ഒത്തിരി പണിയെടുത്തൊരു ഫീലായിരുന്നു. അതിനുശേഷം എന്തോ ഒരു മൂഡ് ഓഫ് ഒക്കെ കാരണം ഞാനും റഹുവും കൂടിയിട്ട് നമ്മുടെ മറൈൻ ഡ്രൈവിൽ പോയിട്ട് കുറച്ച് നേരം അങ്ങിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് മറൈൻ ഡ്രൈവിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് വരുന്ന കഥകളും അതും ഇതൊക്കെ പറയുമായിരുന്നു. എൻ്റെ ഒരു കുട്ടിക്കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മറൈൻ ഡ്രൈവിലും ചിൽഡ്രൻസ് പാർക്കിലും സുഭാഷ് പാർക്കിലും ഒക്കെ ചിലവഴിച്ചിരുന്നത്. അങ്ങനെ കുറേ കഥകളെല്ലാം പറഞ്ഞ് ആ സൺസെറ്റും അങ്ങ് ആസ്വദിച്ച് നമ്മളവിടെ അങ്ങ് ഇരുന്നു. ഇച്ചിരി മഴയും പെയ്തായിരുന്നു, പക്ഷേ ഓൾ ടുഗെദർ കുറച്ച് സമാധാനം തന്നിരുന്നു. അപ്പോൾ അറ്റ് ടൈംസ് ഒരുപാടങ്ങ് റഷ് ചെയ്യാണ്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടിയും തന്നെയിട്ടൊന്ന് എടുത്തിട്ട് കുറച്ചൊന്ന് സ്റ്റിൽനെസ്സൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിരിക്കാനായിട്ടും കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചെറിയൊരു മെസ്സേജൊക്കെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹാപ്പി ഡേ.